യശസ്വരീകരനായ ശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം. നാം കേവലം ദുഃഖവെള്ളിയുടെയും നിരാശയുടെയും ജനങ്ങൾ മാത്രമല്ല, മറിച്ച് നാം ഉയർത്തെഴുന്നേൽപ്പിന്റെ ജനങ്ങൾ കൂടിയാണ്. ആദരണീയരായ വിധികർത്താക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകം ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അത്ഭുതകരമായി മുന്നേറുകയാണ്. ചന്ദ്രനിലും ഗ്രഹങ്ങളിലും കാലുകുത്തിയ അത്യാധുനിക മനുഷ്യൻ ഭൂമിയുടെ അതിരുകൾക്കപ്പുറം സഞ്ചരിച്ചു. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു, യുദ്ധങ്ങളും രോഗങ്ങളും പ്രകൃതി ദുരന്തങ്ങളും വഞ്ചനകളും മനുഷ്യനെ നിരാശയിലേക്ക് തള്ളിയിട്ടുണ്ട്. പക്ഷേ ഓരോ തവണയും മനുഷ്യനെ പിടിച്ചു നിർത്തിയ ശക്തി ഒന്ന് മാത്രമാണ്, അതാണ് പ്രത്യാശ. പ്രത്യാശ എന്നാൽ വെറുമൊരു തോന്നലല്ല, അതൊരു അന്തർധാരണയാണ്. ലോകം മുഴുവൻ ഇരുട്ടിലാണ്ട ഒരു മഹാമാരിയുടെ കാലം നമുക്ക് ഓർമ്മയുണ്ടാകും. അന്ന് ഇനി എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ നിമിഷങ്ങളിൽ പോലും ഇതിനൊരു നല്ല മാറ്റം വരും, ഒരു നല്ല നാളെയുണ്ട് എന്ന പ്രത്യാശയാണ് നമ്മെ പിടിച്ചു നിർത്തിയത്. ഈ പ്രത്യാശ കൊണ്ടാണ് കർഷകൻ വിത്തിടുന്നത്, വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്, ഒരു രോഗി ചികിത്സ തുടരുന്നത്. ചിലപ്പോഴൊക്കെ ജീവിതം ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കാറില്ലേ? സ്വപ്നങ്ങൾ തകരുമ്പോൾ, പ്രിയപ്പെട്ടവർ അകലുമ്പോൾ, ദുഃഖവും ദുരിതവും നമ്മെ പിടികൂടുമ്പോൾ എവിടെയാണ് നമുക്കൊരു ആശ്രയം? അവിടെയാണ് ആ പ്രത്യാശയുടെ തിളക്കം നമ്മെ വീണ്ടും മുന്നോട്ട് നയിക്കുന്നത്. ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ എല്ലാം നശ്വരമാണ് എന്ന സത്യം നാം അറിയുമ്പോൾ നിത്യമായ ഒന്നിനു വേണ്ടി നമ്മുടെ ദാഹം വർദ്ധിക്കുന്നു. നിത്യതയുടെ വാഗ്ദാനമാണ് ഈശോ. അവിടുത്തെ പീഡാനുഭവം, കുരിശുമരണവും കഴിഞ്ഞ മൂന്നാം നാളത്തെ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന സന്ദേശമാണ് നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഈശോയെ അറിഞ്ഞാൽ മാത്രം പോരാ, അവിടുത്തെ ആഴമായി സ്നേഹിക്കുകയും വേണം. പ്രത്യാശയില്ലാത്ത ഹൃദയത്തിൽ സ്നേഹത്തിന് അധികകാലം നിലനിൽപ്പില്ല. കാരണം സ്നേഹിക്കുവാൻ ആദ്യം നമുക്ക് ധൈര്യം വേണം, സ്നേഹം പ്രതിഫലിക്കുമെന്ന ഒരു പ്രതീക്ഷ വേണം. നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടും, നമ്മുടെ കുറവുകൾ ദൈവസ്നേഹത്താൽ മറയ്ക്കപ്പെടും. അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടില്ല എന്ന ഉറപ്പ്, അതാണ് ദൈവസ്നേഹത്തിലുള്ള പ്രത്യാശ. ഈ പ്രതീക്ഷയാണ് നമ്മെ വീണ്ടും വീണ്ടും അവിടുത്തെ അടുത്തേക്ക് ആകർഷിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയെ വിശ്വസിക്കുന്നത് പോലെ ഈശോയെ ആശ്രയിച്ച് ജീവിക്കാൻ ഈ പ്രത്യാശ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ലോകത്തിന്റെ പ്രത്യാശയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈ പ്രത്യാശയുടെ ജ്വാല ഒരിക്കലും അണയാതെ സൂക്ഷിക്കാം. ഈ ലോകം നമുക്ക് നൽകുന്ന താൽക്കാലികമായ സന്തോഷങ്ങൾക്കപ്പുറം ഈശോ നമുക്കായി കരുതി വെച്ചിരിക്കുന്ന നിത്യസന്തോഷത്തിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. കാരണം നമ്മുടെ ഈശോ ഇന്നും ഇന്നലെയും എന്നേക്കും ഒരുപോലെ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ ഒരു ചുവന്ന മഷിയായി കണക്കാക്കാം. നമ്മളെഴുതിയ ഒരു വലിയ പ്രബന്ധത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചുവന്ന മഷി. ആ ചുവപ്പ് മഷി കണ്ടാൽ ആത്മാപ്രബന്ധം കീറിക്കളയില്ല, മറിച്ച് തിരുത്തി എഴുതുവാനും കൂടുതൽ